അപ്പം നമ്മുടെ ഇവിടുത്തെ ക്ലയൻസിന്റെ അഭിപ്രായമൊക്കെ പ്രമാണിച്ച് നമ്മൾ നെക്സ്റ്റ് മന്തോടുകൂടി കോട്ടയത്ത് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നാഗമ്പടത്ത് തന്നെ. ആ ഏതാ ഇപ്പൊ നമുക്ക് തൊടുപുഴ പാലയിലാണ്. നമുക്ക് ഇവിടെയുള്ള ക്ലയൻസിന് അഫോർഡ് ചെയ്യാൻ പാകത്തിന് നമ്മൾ ഫുൾ ഇവന്റ് ആയിട്ട്, ഫുൾ സ്വിംഗ് ആയിട്ട് നമ്മൾ ബൈ ദ എൻഡ് ഓഫ് മാർച്ച് ഓർ ഏപ്രിൽ. കാരണം അതെ, ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഫുഡ് ഫെസ്റ്റിൽ വന്നപ്പോൾ ക്ലയൻസിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടിയതുകൊണ്ട് സോ നമ്മളിവിടെ പ്ലാൻ ചെയ്തു. ഇപ്പം ആക്ച്വലി കോട്ടയം ബേസ് ചെയ്തിട്ടുള്ള കേറ്ററിംഗ്സ് ഒന്നും ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. സോ അപ്പൊ ഇപ്പൊ ആൾക്കാരെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് അതർ ഡിസ്ട്രിക്റ്റിലുള്ളവരെയാണ്. ഇപ്പൊ ഇവിടെ തന്നെ അവരുടെ ഒരു ഓൺ ബ്രാൻഡ് ഉണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് വൈസ് കട്ട് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു. പിന്നെ സീ ഫുഡ് പ്ലാറ്ററാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്. നെയ്മീന് അങ്ങനെയുള്ള ഫുൾ ഐറ്റംസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ലൈവായിട്ട് അവർ പറയുന്ന പീസ് അനുസരിച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അവര് ഏത് പീസ് പറയുന്നു ആ പീസ് നമ്മൾ ഫ്രൈ ആണെങ്കിൽ ഫ്രൈ ചെയ്ത് കൊടുക്കും. ഇപ്പൊ ലൈവായിട്ട് തവ ചെയ്യണമെങ്കിൽ തവ ഇട്ട് കൊടുക്കും. നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യലുകൾ എന്തൊക്കെയാണ്? ഇവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവ ഫ്രൈയില് പ്രോൺസ്, കരിമീന്, വറ്റ, കരിമീൻ, നെയ്മീന് തുടങ്ങിയ ഐറ്റംസ് ആണ് മൊത്തം വന്നേക്കുന്നത്. കൂടുതലായിട്ട് ആളുകൾക്ക് എല്ലാം ഏറ്റവും കൂടുതൽ കഴിക്കുന്ന പ്രോൺസും നെയ്മീനും കരിമീനും പോകുന്നുണ്ട്. നമ്മൾ ഈ നാടൻ ഫുഡാണ്, നമുക്ക് നാടൻ ഫുഡ്. അതായത് പാൽക്കപ്പയും മീൻ കറി, അതായത് മീൻ കറി ലൈവായിട്ടാണ് ചൂടോട് കൂടിയാണ് അടിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് കാണുമ്പോൾ കൂടുതലും കഴിക്കാൻ വരുന്നുണ്ട്. പാൽക്കപ്പ ഐറ്റംസും പാൽക്കപ്പയും നമ്മുടെ മീനും, പിന്നെ ബീഫ് പെർലനുണ്ട്. നാടൻ ബീഫ് പെർലനാണ് നമ്മുടെ ഒരു കോട്ടയം ടച്ച് തന്നെയാണ്. അതെ. പിന്നെ നോർത്ത് ഇന്ത്യൻ സൈഡുള്ള ആൾക്കാർ വരുന്നതിന് നമ്മൾ ഫ്രൈഡ് റൈസ് ആ ഐറ്റംസ്, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചില്ലി ചിക്കൻ, അത് ഒരു വൺ സൈഡിൽ, അത് രണ്ട് ഇതായിട്ടാണ് നമ്മൾ കാറ്റഗറിയിലാണ് ചെയ്തിരിക്കുന്നത്.